അല്ല, അത് ആ ദ്വയാർത്ഥ പ്രയോഗം തമാശയായിരുന്നില്ലേ? ഇത്രയും മാസങ്ങൾക്ക് ശേഷമാണോ അത് തമാശയല്ലെന്ന് മനസ്സിലായത്? അവർ നിരന്തരമായി ഇത് സഹിച്ചതിന് ശേഷമാണ് പരാതി കൊടുത്തതെന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ. നിരന്തരമായി സഹിച്ചത് കൊണ്ടാണ് പരാതി കൊടുത്തത് എന്ന് പറയുന്നത് ഒരു വേദിയിൽ ഒരു തവണ പറഞ്ഞു പോയി എന്നുള്ളതല്ല. നിരന്തരമായി ഇത് സഹിച്ചത് കൊണ്ടാണ് അവർ പരാതി കൊടുക്കുന്നത്. എങ്ങനെയാണ് ലൈംഗിക അധിക്ഷേപം തമാശയാവുക? ഞാൻ ഒരു വരി താങ്കൾ കേൾക്കൂ. ഉപ്പ് തൊട്ട് കർപ്പൂരം തൊട്ട് സ്പൂൺ വരെ വിൽക്കുന്ന പരസ്യങ്ങളിൽ പോലും സ്ത്രീ ശരീരങ്ങൾ സെക്ഷുവലായി ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള നിലപാടെടുക്കുന്നതിന് പകരം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പരമാവധി സെക്ഷുവാലിറ്റിയുടെയും കമോഡിഫിക്കേഷന്റെയും വിപണന സാധ്യതകൾ ഒരു വ്യക്തി ഉപയോഗിച്ചതിന് ശേഷം മറ്റൊരു വ്യക്തി ഒരു തമാശ പറഞ്ഞു, അതുകൊണ്ട് ഇവൻ 1 മുതൽ 3 വർഷം ജയിലിൽ കിടക്കണമെന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കില്ല. ഇനി ഒരു കാര്യം കൂടെ അഭിലാഷ് ശ്രദ്ധിക്കണം. തമാശയായി കേൾക്കുന്ന ആൾക്ക് തോന്നണ്ടേ സാർ? എന്താറിയാമോ, തമാശയായി കേൾക്കുന്ന ആൾക്ക് തോന്നണ്ടേ? ശ്രദ്ധിക്കൂ, ഈ ഹണിറോസ് മോഡലായിട്ടുണ്ട്, അവർ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ എന്തും പറയാം ആർക്കും എന്നാണോ? അങ്ങനെ എന്തും പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ അഴിയേണ്ടുന്നത്. എങ്ങനെയാണ് തമാശയാവുക? ഒരാളെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നത് എങ്ങനെയാണ് തമാശയാവുക? ഏത് നിയമത്തിൽ, ഏത് ബോധത്തിൽ എങ്ങനെയാണ് ഒരാളെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നത് തമാശയാവുക?